സ്വാഗതം ഡൽഹി ഇലക്ഷൻ സ്പെഷ്യലിലേക്ക്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 5 നടക്കുകയാണ്. ഫെബ്രുവരി 8 വോട്ടെണ്ണൽ നടക്കുക. ആകെയുള്ള 70 സീറ്റുകളിലേക്ക് നിലവിൽ 2 ടേമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആം ആദ്മി പാർട്ടി 70 സീറ്റിലും മത്സരിക്കുന്നു. കോൺഗ്രസും 70 സീറ്റിൽ മത്സരിക്കുന്നു. ഭരണം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസും BJPയും ഭരണം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. BJP 68 സീറ്റിലും ബാക്കി 2 സീറ്റുകളിൽ ഘടകകക്ഷികളായ JDUവും രാംവിലാസ് പാസ്വാൻ്റെ LJPയും മത്സരിക്കുന്നു. ഇതാണ് മത്സരിക്കുന്ന കക്ഷികളുടെ പ്രധാനപ്പെട്ട കക്ഷികളുടെ സീറ്റ് നില എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിവിടെ എന്താണ് ഡൽഹി നിയമസഭയിൽ ഈ തെരഞ്ഞെടുപ്പിലെ സാധ്യതകൾ എന്നാണ് പരിശോധിക്കുന്നത്. നമുക്കൊപ്പം ഉള്ളത് രാജ്യത്ത് തന്നെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ജേർണലിസ്റ്റുകളാണ്. ഒന്ന് എഴുത്തിൻ്റെ മാനേജിംഗ് എഡിറ്ററായിട്ടുള്ള വെങ്കടേഷ് രാമകൃഷ്ണൻ, മറ്റൊന്ന് മാതൃഭൂമിയുടെ ന്യൂഡൽഹി ബ്യൂറോ ചീഫായിട്ടുള്ള മനോജ് മേനോൻ. സ്വാഗതം ഈ സ്പെഷ്യൽ ഡിബേറ്റിലേക്ക്. ഞാൻ ആദ്യം മനോജിലേക്ക്. മനോജ്, ഈ 2015 ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ വിജയം, നരേന്ദ്രമോദി തരംഗം രാജ്യത്താകെ നിലനിൽക്കുന്നു. അപ്പോൾ ഡൽഹി എന്തായാലും BJP പിടിക്കും എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ 67 സീറ്റിൽ AP ജയിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ അധികാരത്തിലെത്തുന്നു. 2020 സമാനമായ സാഹചര്യം. നരേന്ദ്രമോദി കൂടുതൽ ഭൂരിപക്ഷത്തോടെ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നു. ഇത്തവണ എന്തായാലും BJP പിടിക്കും എന്നുള്ളൊരു ഫീലുണ്ടാവുന്നു. പക്ഷേ 62 സീറ്റ് നേടിക്കൊണ്ട് AP വീണ്ടും ഭരണത്തിലേക്ക് വരുന്നു. ഇപ്പോൾ ഈ 2025 വീണ്ടും ഇതേ സീനുണ്ടോ? അതായത് നരേന്ദ്രമോദി വേഴ്സസ് അരവിന്ദ് കെജ്രിവാൾ എന്ന നറേറ്റീവ് തന്നെയാണോ ഈ ഇലക്ഷൻ ചർച്ചയെ ഇപ്പോഴും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്? രാജീവ്, ഇതിനകത്ത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്ന് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ അതിനകത്ത് 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന്, 2012 മുതൽ ഈ ഡൽഹിയിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ രാജ്യ തലസ്ഥാനത്ത് നിലനിൽക്കുന്ന ബദൽ സംവിധാനം, ഒരു ബദൽ രാഷ്ട്രീയം എന്ന് ഞാൻ പറയാൻ മടിക്കുന്നു. അതിനപ്പുറം ഒരു ബദൽ സംവിധാനം എന്നോ ബദൽ സങ്കല്പമോ എന്ന് പറയാവുന്ന ഒരു വ്യവസ്ഥ നിലനിൽക്കുന്നു 2012 മുതൽ. കൃത്യമായിട്ട് പറഞ്ഞാൽ 2012 വർഷം, അതായത് 12 വർഷവും 57 ദിവസവും, 12 വർഷവും 57ാമത്തെ ദിവസമാണ്. അപ്പോൾ ആം ആദ്മി പാർട്ടി രൂപീകരിച്ച ശേഷം അങ്ങനത്തെ ഒരു രാഷ്ട്രീയ വ്യവസ്ഥ അല്ലെങ്കിൽ രാഷ്ട്രീയ സംവിധാനം നിലനിൽക്കുന്നു. ആ സംവിധാനം അവരുടെ പ്രധാനപ്പെട്ട തട്ടകം ഡൽഹിയാണ്. അത് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള യത്നത്തിലോ അല്ലെങ്കിൽ സമരത്തിലോ അല്ലെങ്കിൽ അതുപോലുള്ള നീക്കത്തിലോ ആണ്. അതുപോലെ തന്നെ രാജ്യം മുഴുവൻ ഭരിച്ചിട്ടും അല്ലെങ്കിൽ രാജ്യഭരണം നിലനിന്നിട്ടും രാജ്യഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രം ഇരിക്കുന്ന തലസ്ഥാന നഗരം ഇതുവരെ കൈപ്പിടിയിൽ ഒതുങ്ങാൻ കഴിയാത്തതിന്റെ നിരാശ തുടരുന്ന BJPയുടെ പോരാട്ടം. അതായത് രാജ്യം ഭരിക്കുന്നു, പക്ഷേ രാജ്യത്തിന്റെ ഭരണ സ്ഥിരാകേന്ദ്രം ഇരിക്കുന്ന പ്രദേശം തങ്ങളുടെ കൈവശമില്ല എന്നുള്ളതാണ് കഴിഞ്ഞ 10-12 വർഷമായിട്ട് അല്ലെങ്കിൽ 10 വർഷത്തിലോളമായിട്ട് BJPയുടെ നിരാശ. മറ്റൊന്ന്, തട്ടകം നഷ്ടപ്പെട്ട, വളരെ 10 വർഷത്തോളം ഭരിച്ചിരുന്ന സ്വന്തം തട്ടകം നഷ്ടപ്പെട്ട കോൺഗ്രസിന്റെ വേവലാതി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അതിനു വേണ്ടിയിട്ടുള്ള തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ. ഇങ്ങനെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിനെ മറ്റ് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് 12 വർഷമായിട്ട് ഇരിക്കുന്ന രാഷ്ട്രീയ വ്യവസ്ഥയുടെയോ അല്ലെങ്കിൽ സംവിധാനത്തിന്റെയോ ഒരു ഹിതപരിശോധന. ആ ഹിതപരിശോധനയ്ക്ക് ഇത്തിരി കടുപ്പം കൂടിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള യത്നങ്ങൾ കൂടുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ കൂടുന്നതിന്റെ ഭാഗമായിട്ട്, അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന സംവിധാനത്തിനകത്തുണ്ടായിരിക്കുന്ന ചില അന്തഛിദ്രങ്ങളോ ചില പ്രശ്നങ്ങളോ അത്തരം ചില അവ്യവസ്ഥകളോ ഒക്കെ ആം ആദ്മി പാർട്ടി ചില ഘടകങ്ങളിലെങ്കിലും ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടാക്കിയിട്ടുള്ള ക്ഷീണം മുതലെടുക്കാനുള്ള നീക്കങ്ങൾ. എന്നാൽ ഇതിനിടയിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തെ നയിക്കുന്ന കോൺഗ്രസിന്റെ സ്ഥിതി അതും വളരെ കൃത്യമായിട്ട് വിശകലനം ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇവിടെ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഡൽഹിയിലെ വിലയിരുത്തുമ്പോൾ BJPയും നേരത്തെ രാജീവ് ശങ്കർ സൂചിപ്പിച്ച പോലെ തന്നെ BJPയും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള ഒരു നേരിട്ടുള്ള ഒരു മത്സരം എന്നൊരു ഒരു ചിത്രമാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്നത്. അത് ഒരുപക്ഷെ 2014 ഉണ്ടായിട്ടുള്ള തരംഗമോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു തരംഗം ഇവിടെ ദൃശ്യമല്ല. കാരണം ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായ തരംഗമോ അല്ലെങ്കിൽ BJPക്ക് അനുകൂലമായ തരംഗമോ ഡൽഹിയിൽ പ്രകടമല്ല അല്ലെങ്കിൽ കാണാനില്ല. കാരണം അത്തരം ഒരു രാഷ്ട്രീയ പശ്ചാത്തലമല്ല അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യമല്ല പൊതുവെ ഡൽഹിയിലുള്ളത്. അത്തരം ഒരു തരംഗത്തെ കാര്യമായ രീതിയിൽ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയായിട്ട് രൂപപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയം ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ചലനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ടെന്നതിന് അപ്പുറം അതും ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ അല്ലെങ്കിൽ നീക്കങ്ങളുടെ ഭാഗം എന്നേ നമുക്ക് കാണാൻ കഴിയും. രാജ്യ തലസ്ഥാനമാണെങ്കിൽ പോലും അത്തരം ചില അവ്യവസ്ഥകൾ ഡൽഹിയിൽ നിലനിൽക്കുന്നുണ്ട്.
ഇത്തരം ചില ഘടകങ്ങളും നിലനിർത്തിക്കൊണ്ട് മാത്രമേ, അല്ലെങ്കിൽ എഴുതിക്കൊണ്ട് മാത്രമേ നമുക്ക് ഡൽഹിയെ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിനെ കാണാൻ കഴിയുള്ളൂ. 2020 നിന്ന് വ്യത്യസ്തമാകുന്നത് ഒരുപക്ഷെ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ അഴിമതിക്കെതിരെ രൂപം കൊണ്ടിട്ടുള്ള ഒരു സംവിധാനം. അഴിമതി എന്ന് പറയുന്ന വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള, വളരെ കാൽപ്പനികമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ വിശാലമായിട്ടുള്ള ഒരു സങ്കല്പത്തിനെതിരെയുള്ള പോരാട്ടം എന്ന നിലയിൽ വന്ന ഒരു രാഷ്ട്രീയ സംവിധാനം, അതിനകത്തുണ്ടായിരിക്കുന്ന ഒരുപക്ഷെ അഴിമതി ആരോപണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമായിട്ട് രൂപപ്പെടുകയും അതിന്റെ ഹിതപരിശോധന അല്ലെങ്കിൽ അതിന്റെ വിചാരണയ്ക്ക് വിധേയമാവുകയും ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. അപ്പൊ അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോൾ ആം ആദ്മി പാർട്ടി 2012 രൂപപ്പെട്ടെന്ന് നമുക്കറിയാം. രണ്ടാം UPA സർക്കാരിന്റെ കാലത്തുണ്ടായിട്ടുള്ള കുംഭകോണങ്ങളുടെയും അഴിമതിക്കെതിരെ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ വികാരത്തിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനമാണ് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോ ഈ മദ്യ ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുപോലെ തന്നെ ഔദ്യോഗിക വസതി മോടി പിടിപ്പിച്ചു എന്ന് പറയുന്നിട്ടുള്ള പ്രചരണങ്ങൾ, ഇത്തരം പ്രചരണങ്ങളെയൊക്കെ ആം ആദ്മി പാർട്ടി എങ്ങനെ അതിജീവിക്കുന്നു, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇത്തരം ആരോപണങ്ങളെ എങ്ങനെ ആം ആദ്മി പാർട്ടി മറികടക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ കൗതുകം. അതിനൊക്കെ അപ്പുറം ഒരുപക്ഷെ ഈ രാഷ്ട്രീയമെല്ലാം അല്ലെങ്കിൽ ഈ വ്യവസ്ഥകളെല്ലാം മാറ്റിവെച്ചാൽ പോലും സൗജന്യ വാഗ്ദാനങ്ങളുടെ ഒരു മത്സരമാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ ആം ആദ്മി പാർട്ടി ഇന്ത്യൻ രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്ത അപകടകരമായ ഒരു ഘടകം എന്ന് പറയുന്നത് 3B രാഷ്ട്രീയമാണ്, സൗജന്യ വാഗ്ദാന രാഷ്ട്രീയം. 2012 ശേഷം ആം ആദ്മി പാർട്ടി നിലവിൽ വന്നതിന് ശേഷം, അല്ലെങ്കിൽ 2015 അധികാരമേറ്റതിനു ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത്തരം ചില സ്വാധീനങ്ങൾ അവശേഷിപ്പിക്കാനായിട്ടാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട സംഭാവന എന്ന് നമുക്ക് തോന്നുന്നത്. കാരണം പല സർക്കാരുകളും പല പാർട്ടികളും ഇതിനെ അനുകരിച്ചുകൊണ്ട് സൗജന്യ വാഗ്ദാനങ്ങളുടെ പരമ്പര പ്രഖ്യാപിക്കേണ്ടി വന്നു. അത് ഒരുപക്ഷെ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ഭദ്രത പോലും വിലയിരുത്താത്ത രീതിയിലുള്ള പ്രഖ്യാപനങ്ങളോ മുഴുമിപ്പിക്കാൻ പോലും കഴിയാത്ത വാഗ്ദാനങ്ങളോ ആയിട്ട് നിലനിൽക്കുകയും പിന്നീട് ഭരണത്തിൽ അതൊരു തലവേദനയായി മാറുകയും ചെയ്തിട്ടുള്ള ഒരു 3B രാഷ്ട്രീയത്തിന്റെ സംഭാവന കൂടിയുണ്ട്. ഇക്കുറി എന്താ സംഭവിക്കുന്നത്? രാജീവ്, ഇക്കുറി ആം ആദ്മി പാർട്ടി വാഗ്ദാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. അതിനെ മറികടക്കുന്ന രീതിയിൽ വൻതോതിലുള്ള വാഗ്ദാനങ്ങൾ BJP മുന്നോട്ട് വയ്ക്കുന്നു. കോൺഗ്രസ് അതിനെയും മറികടക്കുന്ന രീതിയിലുള്ള വാഗ്ദാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഇതൊന്നും തന്നെ സാമ്പത്തിക അടിത്തറയോ സംസ്ഥാനങ്ങളുടെ റവന്യൂവിനെയോ പരിഗണിക്കാത്ത രീതിയിലുള്ള വാഗ്ദാന പ്രഖ്യാപനങ്ങളാണ്. അപ്പൊ വാഗ്ദാനങ്ങളുടെ കൂടി ഒരു രാഷ്ട്രീയ മത്സരമാണ് ഇക്കുറി അരങ്ങേറുന്നത്. രാജീവ്. റൈറ്റ്. ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ, നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഡൽഹി അനലൈസ് ചെയ്തപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അന്ന് ഈ മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുകയും സുപ്രീം കോടതി ഉപാധികളോടുകൂടി അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അനുവാദം നൽകുകയൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യത അവിടെ ശേഷിപ്പിച്ചിരുന്നു. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ BJP 7 സീറ്റിലും ജയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിനുശേഷം അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി പദം രാജിവെച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് വളരെ നേരത്തെ തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണെന്ന് പറഞ്ഞു, ജനങ്ങളുമായിട്ട് സംവദിക്കുകയാണെന്ന് പറഞ്ഞു, അതിനുള്ള ശ്രമങ്ങൾ നടത്തി. അപ്പോൾ ഈ ഒരു മുന്നൊരുക്കം AAP നടത്തിയിട്ടുണ്ട്. അതേസമയം ഈ 10 വർഷം അധികാരത്തിലിരുന്നു, 10 വർഷവും കുറച്ച് ദിവസങ്ങളും അധികാരത്തിലിരുന്നു, അതിൻ്റേതായ ഒരു ഭരണവിരുദ്ധ വികാരം അവർക്ക് നേരിടേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. ഈ അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് ഞാൻ AAPയേക്കാൾ കൂടുതൽ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്നൊരു നേതാവിനെ സംബന്ധിച്ച് എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റാണ് ഇപ്പോൾ നടക്കുന്നത്? ഒരു സംശയമില്ല, അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു മേക്ക് ഓർ ബ്രേക്ക്. അദ്ദേഹം പലപ്പോഴും ഗാന്ധിയുടെ ആശയങ്ങളെപ്പറ്റി സംസാരിക്കുന്ന ആളാണ്. അദ്ദേഹം അഭിനവ ഗാന്ധിയാണെന്ന് സ്വയം വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ ഗാന്ധിയുടെ ഒരു വാക്ക് കടമെടുക്കുകയാണെങ്കിൽ, വാചകം കടമെടുക്കുകയാണെങ്കിൽ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഡു ഓർ ഡൈ ബാറ്റിലാണ്. ആ രീതിയിൽ തന്നെയാണ് ആം ആദ്മി പാർട്ടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പക്ഷെ അരവിന്ദ് കെജ്രിവാളിന് ഈ തെരഞ്ഞെടുപ്പിലുള്ള സ്റ്റേക്സിന്റെ അപ്പുറം ഞാൻ വളരെ രസകരമായി നോക്കിക്കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, എങ്ങനെയാണ് ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ വികസിച്ചു വരുന്നത്. ഇപ്പൊ രാജീവ് തുടക്കത്തിൽ പറയണ്ടായി, ആം ആദ്മി പാർട്ടി ആദ്യമായിട്ട് വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് BJP തൂത്തുവാരി. രണ്ടാമത്തെ തവണ 5 സീറ്റ് കുറഞ്ഞിട്ട് അധികാരത്തിൽ വരുന്നതിനുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പും BJP തൂത്തുവാരി. ഈ 2 സമയത്തും വലിയ രീതിയിൽ ഉള്ള ഒരു മോദി ഫാക്ടറിനെ പറ്റിയുള്ള ചർച്ച ഈ 2 തെരഞ്ഞെടുപ്പിന്റെ സമയത്തും ഡൽഹിയിലുണ്ടായിരുന്നു. വളരെ ശ്രദ്ധേയമായിട്ട് ഇത്തവണ ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മോദി ഫാക്ടറിനെ പറ്റിയുള്ള വലിയ ചർച്ച ഇവിടെ ഇല്ല.
രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, കേജ്രിവാളിനെതിരെ മനോജ് സൂചിപ്പിച്ചതുപോലെ അഴിമതി വിരുദ്ധ പ്രസ്ഥാനമായിട്ട് ആരംഭിച്ച ഒരു പാർട്ടിക്ക്, ആ പാർട്ടി ഇപ്പോൾ അഴിമതി ആരോപണങ്ങളുടെ എന്താ പറയാ ഒരു മലവെള്ളപ്പാച്ചിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പാർട്ടിയിൽ അഴിമതി ആരോപണം നേടാത്ത ഒരാളുമില്ല എന്നുള്ള സ്ഥിതിയാണ്. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയായി അരവിന്ദ് കെജ്രിവാൾ സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം വന്നിട്ടുള്ള അതിഷിക്കെതിരായിട്ട് പോലും അഴിമതി ആരോപണങ്ങൾ ഇങ്ങനെ നിരനിരയായി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം, ഞാനിപ്പോ ഗ്രൗണ്ട് ലെവലിൽ എത്രയോ കാലമായി ഗ്രൗണ്ട് ലെവൽ രാഷ്ട്രീയം നോക്കിക്കൊണ്ട് ജീവിതായോധനം നടത്തിയിട്ടുള്ള ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ഗ്രൗണ്ട് ലെവൽ കാണുന്നത് വെച്ചാൽ ഈ അഴിമതി ആരോപണങ്ങൾ എവിടെയും സാധാരണ ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. സാധാരണ ജനത്തിൽ നമ്മൾ പ്രത്യക്ഷമായ രാഷ്ട്രീയത്തിൽ ഇടപെടുകയും പ്രത്യക്ഷമായ രാഷ്ട്രീയമായ പക്ഷപാതിത്വം തുറന്നു പറയുകയും ചെയ്യാത്ത ആൾക്കാർക്കിടയിൽ ഈ അഴിമതി ആരോപണങ്ങൾ ഒരു ചർച്ചാ വിഷയമല്ല എന്നുള്ളത് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട്, സാധാരണഗതിയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ മാറ്റിമറിച്ച അഴിമതി ആരോപണങ്ങൾ എങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടു എന്ന് ഞാൻ കണ്ടിട്ടുള്ളതാണ്. 1989 വിശ്വനാഥ് പ്രതാപ് സിംഗിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആ അതിഗംഭീരമായ അഴിമതി വിരുദ്ധ അല്ലെങ്കിൽ അഴിമതി ആരോപണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ആ പ്രചാരണം നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോ ഈ ഒരു കാര്യങ്ങളുടെ ഒരു സവിശേഷമായ ഒരു സംഭവം ഞാൻ കാണുന്നത്, ഈ കാര്യങ്ങൾ ഗ്രൗണ്ട് ലെവൽ എവിടെയും ചർച്ച ചെയ്യപ്പെടുന്നില്ല. പിന്നെ എന്താ ചർച്ച ചെയ്യപ്പെടുന്നത്? രാജീവ്, ഇവിടെ ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമായും 10 വർഷം തുടർച്ചയായി ഭരിച്ചിട്ടുള്ള ഒരു പാർട്ടിക്ക് ഭരണവിരുദ്ധ വികാരം തീർച്ചയായിട്ടും നേരിടേണ്ടി വരും. അതിനെപ്പറ്റിയുള്ള ഒരുപാട് കുറവുകളെ പറ്റിയിട്ടുള്ള ഒരുപാട് ചർച്ചകളുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ ദേശീയ പത്രങ്ങളിലെ പ്രധാനപ്പെട്ട ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദുസ്ഥാൻ ടൈംസ് തുടങ്ങിയിട്ടുള്ള ആൾക്കാർ അവര് ഈ അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു സിഗ്നേച്ചർ പ്രോഗ്രാം ആയിട്ടുള്ള ഈ ആം ആദ്മി ക്ലിനിക്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഈ ക്ലിനിക്കിനെ പറ്റിയിട്ടുള്ള അവിടെ വിസിറ്റ് ചെയ്തു. അപ്പൊ അവിടെ ഇവരൊരു 8-10 ക്ലിനിക്ക് വിസിറ്റ് ചെയ്തു. ഇവിടുത്തെ ലോക്കൽ പത്രങ്ങളാണ് വന്നത്. അത് കേരളത്തിലൊക്കെ എത്രമാത്രം കവർ ചെയ്തപ്പെട്ടിരിക്കണം. പക്ഷെ ഇവിടുത്തെ ലോക്കൽ പത്രങ്ങളിൽ വളരെ വ്യാപകമായിട്ട് വന്നൊരു സാധനം. അവിടെ പോയപ്പോൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാഴ്ച എന്താ വെച്ചാല്, അവിടുത്തെ ജീവനക്കാർക്ക് ഒരുപാട് പരാതി. ഞങ്ങൾക്ക് വേണ്ട ഇന്ന സംവിധാനം കിട്ടുന്നില്ല, ഞങ്ങൾക്ക് വേണ്ടുന്ന മറ്റേ സംവിധാനം കിട്ടുന്നില്ല. പക്ഷെ ഇതിന്റെ ഉപഭോക്താക്കളായിട്ടുള്ള സാധാരണ ജനങ്ങൾ ഈ ക്ലിനിക്കിനെ പറ്റിയിട്ട് വലിയ അഭിപ്രായമാണ്. ഞങ്ങൾക്ക് ഇതുവരെ കിട്ടാത്ത തരത്തിലുള്ള ചികിത്സ ഇവിടെ കിട്ടുന്നു എന്നുള്ളൊരു സംഭവം. അപ്പൊ ഇങ്ങനൊരു കോൺട്രാസ്റ്റ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ, ഈ പറഞ്ഞ നമ്മൾ മൂന്നാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇതേപോലെ സമാനമായ രീതിയിൽ BJP തൂത്തുവാരി ഈ ഏറ്റവും ഒടുവിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസുമായിട്ട് സഖ്യം പോലും ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും അതിനെ കൊണ്ട്, അപ്പോൾ ഇത് ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഡൽഹിയിലെ ജനങ്ങള് ഒരു പുതിയ മോഡൽ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു രീതിയിൽ വോട്ട് ചെയ്യുക, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേറെ രീതിയിൽ വോട്ട് ചെയ്യുക. കേരളത്തിൽ നമ്മൾ കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ കമ്പാരിസൺ പരിശോധിക്കുമ്പോൾ ഈ ഒരു സമാനമായ പ്രവണത കാണും. പക്ഷെ ഇത് തുടങ്ങി വെച്ചത് എനിക്ക് തോന്നുന്നത് 2015 ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയാണ് തുടങ്ങി വെച്ചത്. പിന്നെ അത് ബീഹാറിൽ നമ്മൾ കണ്ടു. അപ്പൊ അങ്ങനെ ഈ പറയുന്ന നമ്മുടെ ഈ രാഷ്ട്രീയ സൗവാക്യങ്ങളുടെയും അരിത്മെറ്റിക്കിന്റെയും ഗണിതത്തിന്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ കണക്കാക്കുന്ന ഒരുപാട് ഘടകങ്ങളെ അപ്രസക്തമാക്കുന്ന ഒരു ജനവികാരത്തിന്റെ അന്തർധാര, അത് തുടങ്ങിയതും ഡൽഹിയിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന്റെ തുടർച്ചയാണ് നമ്മൾ 2025 കാണാൻ പോകുന്നത് എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായം. റൈറ്റ്. മനോജ് നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യത്തിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ വെങ്കടേഷ് രാമകൃഷ്ണൻ സൂചിപ്പിച്ചത്. മൊഹല്ല ക്ലിനിക്കുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവിടുത്തെ ചുറ്റുവട്ടത്തുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നതിനുള്ള സൗകര്യങ്ങൾ, അവർക്ക് കുറെ കൂടെ സൗജന്യമായ വിദ്യാഭ്യാസത്തിലേക്കുള്ള ലഭ്യത ഉറപ്പാക്കൽ, ഇങ്ങനെ പല കാര്യങ്ങൾ ഈ 2015 ശേഷം ആം ആദ്മി പാർട്ടി ചെയ്തിരുന്നു. അതോടൊപ്പം ഈ ഇലക്ട്രിസിറ്റി താരിഫിൽ വരുത്തിയ കുറവ്, വെള്ളം വിതരണം ചെയ്യുന്നതിൽ അതിൻ്റെ താരിഫിൽ വരുത്തിയ കുറവ്, അങ്ങനെ പല കാര്യങ്ങൾ AP ചെയ്തിരുന്നു. ഇതൊക്കെ ഈ ഫ്രീബീസ് ഇത് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. ഈ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും
സർപ്ലസ് ബഡ്ജറ്റും കൂടെ അവതരിപ്പിച്ചിട്ടുള്ള ഒരു മുൻകാല IRS ഉദ്യോഗസ്ഥനാണ് അരവിന്ദ് കെജ്രിവാൾ എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. റൈറ്റ്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച് ഈ ഫ്രീ ബീസ് എന്ന് നമുക്ക് വിളിക്കാവുന്ന പട്ടികകൾ ഇതൊക്കെ ഉണ്ട്. ഇതിൻ്റെ തുടർച്ച ഇപ്പോഴത്തെ ഈ എന്താ പറയുക ഈ പ്രകടന പത്രികകളിലൊക്കെ ഉണ്ട്. AAP-യുടെയിലുണ്ട്, BJP-യുടെയിലുണ്ട്, കോൺഗ്രസിൻ്റെ. കോൺഗ്രസ് ഒരു പടി കടന്നിട്ട് അഭ്യസ്തവിദ്യരായ തൊഴിൽ രഹിതർക്ക് മാസം 8,500 രൂപ വെച്ച് തൊഴിൽ രഹിത വേതനം കൊടുക്കും എന്ന് വരെ കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിൽക്കുമ്പോഴും ഈ നറേറ്റീവ് മുഴുവൻ ഈ തെരഞ്ഞെടുപ്പിലും ഈ നറേറ്റീവ് എന്താണെന്ന് നിശ്ചയിക്കുന്നത് ഇപ്പോഴും അരവിന്ദ് കെജ്രിവാളാണോ? ഇന്ന് അദ്ദേഹം ഈ എന്താ പറയുക ഇടത്തട്ടുകാരെക്കുറിച്ച് സംസാരിച്ചു. ഇടത്തട്ടുകാരെ കേന്ദ്ര സർക്കാർ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട 7 കാര്യങ്ങൾ ഇന്നൊക്കെയാണ് ഇടത്തട്ടുകാർക്ക് വേണ്ടിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഡൽഹിയെ സംബന്ധിച്ച് ഇടത്തട്ടുകാരെന്ന് പറഞ്ഞാൽ വലിയൊരു കാറ്റഗറിയാണ്. അപ്പോൾ ഇപ്പോഴും ഈ നറേറ്റീവ് നിശ്ചയിച്ചുകൊണ്ടിരിക്കുന്നത് കെജ്രിവാൾ തന്നെയാണോ? അതിൻ്റെ പുറകെ പോകേണ്ടി വരുന്നുണ്ടോ BJP അടക്കമുള്ള പാർട്ടികൾക്ക്? രാജീവ്, അത് ഒരു ശരിയായൊരു നിരീക്ഷണമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിൽ ഈ പറഞ്ഞ രാഷ്ട്രീയത്തിന്റെ അജണ്ടയും നറേറ്റീവും ഇക്കുറിയും നിശ്ചയിച്ചിരിക്കുന്നത് കേജ്രിവാളും പിന്നെ അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയും തന്നെയാണ്. ഒരു സംശയം അതിനകത്തില്ല. കാരണം അതിന്റെ പിന്നാലെ പിടിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റൊരു അജണ്ട മുന്നോട്ട് വയ്ക്കാനായിട്ട് പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയുന്നില്ല. കേവലം ഞാൻ നേരത്തെ സൂചിപ്പിച്ച 12 വർഷം മാത്രം പ്രായമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് ഇപ്പോഴും ഡൽഹിയിൽ ഈ കുറിയും തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ അജണ്ട നിശ്ചയിച്ചിരിക്കുന്നത്. അതിനകത്ത് രാജ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇടത്തരക്കാരും താഴോട്ടുള്ള അടിത്തട്ടിലുള്ള ജനവിഭാഗങ്ങൾ. ഈ 2 ജനവിഭാഗങ്ങളാണ് പ്രധാനമായിട്ടും ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ബാങ്കുകൾ, അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ അടിസ്ഥാനം. അതുകൊണ്ടാണ് ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളും അരവിന്ദ് കെജ്രിവാൾ ജയിലിലിട്ടു, 6 മാസം ജയിലിൽ കിടന്നു എന്നുള്ളതൊന്നും തന്നെ ഇത്തരം ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഇത്തരം ഒരു വോട്ട് ബാങ്കിനെ ബാധിക്കാതിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിസ്ഥാന വിഷയങ്ങളെ അഡ്രസ് ചെയ്തൊരു സർക്കാരാണ്. താഴെത്തട്ടിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് തന്നെ അടിസ്ഥാന വിഷയങ്ങളെ അഡ്രസ് ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കാരണം സൗജന്യ വൈദ്യുതി അല്ലെങ്കിൽ വൈദ്യുതിയിലെ ഇളവ്, അതുപോലെ സൗജന്യ വെള്ളം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ ആവശ്യങ്ങളാണ്. നമ്മൾ സബ്സിഡികളും അതുപോലെ തന്നെ ഫ്രീബികളെയും തമ്മിൽ കൂട്ടിയോജിപ്പിക്കരുത്. കാരണം ചില മൗലികമായ ചില അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ സർക്കാർ നൽകുന്ന സൗജന്യങ്ങളെ നമ്മൾ അത്തരത്തിൽ തന്നെ നമുക്ക് കാണേണ്ടതുണ്ട്. ഇപ്പൊ വെള്ളം, അതുപോലെ തന്നെ വൈദ്യുതി, അതുപോലെ തന്നെ വിദ്യാഭ്യാസം എന്നിവയിലൊക്കെ നൽകുന്ന സൗജന്യങ്ങൾ അല്ലെങ്കിൽ ഇളവുകളെ നമുക്ക് പിന്നെ ഫ്രീബി ആയിട്ട് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. സബ്സിഡികൾ എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാനേ കഴിയുള്ളൂ. അതിനപ്പുറം ഫ്രീബി ആകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ കേവലം വോട്ട് ബാങ്കിനെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് നടക്കുന്ന പ്രഖ്യാപനങ്ങളാണ് ഫ്രീബികൾ എന്ന് നമ്മൾ പിന്നെ നിർവചിക്കേണ്ടത്. കാരണം ഈ പറഞ്ഞതുപോലെ നമുക്കറിയാം, പിന്നെ വെങ്കടേഷ് ജിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം സാരി ദുരന്തത്തെ കുറിച്ച് അറിയാം. ലക്നൌവിൽ 2004 ഉണ്ടായിട്ടുള്ള സാരി ദുരന്തം, സാരി വിതരണം ചെയ്തിട്ട് സാരി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പിന്നെ തെരഞ്ഞെടുപ്പ് പിന്നെ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് സാരി വിതരണം ചെയ്യുകയും പിന്നെ അതിനകത്ത് ദുരന്തത്തിൽ കലാശിക്കുകയും ചെയ്തിട്ടുള്ള സംഭവങ്ങൾ, പിന്നെ അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ പിന്നെ സാരിയും ടെലിവിഷനും പിന്നെ വിതരണം ചെയ്തിട്ടുള്ള സംഭവങ്ങൾ, ഇത്തരത്തിൽ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമിട്ടിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് നമ്മൾ ഫ്രീബികളുടെ ഗണത്തിൽപ്പെടുത്തുന്നത്. ഇപ്പോ രാജീവ് സൂചിപ്പിച്ചതുപോലെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ തന്നെ, ഇപ്പോൾ നൽകുന്ന പല പ്രഖ്യാപനങ്ങളും ഈ പറയുന്ന പോലെ വാരിക്കോരിയുള്ള പ്രഖ്യാപനങ്ങൾ, ആ പ്രഖ്യാപനങ്ങൾ പലതും തന്നെ സബ്സിഡികളുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ടാർഗറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിനെ അല്ലെങ്കിൽ ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു വിഭാഗത്തെ ലക്ഷ്യമിട്ടിട്ടുള്ളതല്ല. അത് കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ്. പക്ഷേ ഈ വിഷയത്തിൽ പോലും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ പോലും ആം ആദ്മി പാർട്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള അജണ്ട നിശ്ചയിക്കുന്നത്. കാരണം ആം ആദ്മി പാർട്ടിക്ക് വിരുദ്ധമായിട്ട്, ആം ആദ്മി പാർട്ടി സ്വീകരിച്ച സമീപനത്തിന് വിരുദ്ധമായിട്ട് ഒരു സമീപനം സ്വീകരിക്കാൻ ഈ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. പക്ഷേ രാഷ്ട്രീയം ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ദീർഘകാല രാഷ്ട്രീയം ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ അടിസ്ഥാനപരമായ രാഷ്ട്രീയം ചിന്തിക്കുമ്പോൾ ഇത്തരം സൗജന്യ വാഗ്ദാനങ്ങൾ രാഷ്ട്രീയത്തെ നിശ്ചയിക്കുന്നതിനകത്ത് അപകടങ്ങളുണ്ട്. ആ അപകടമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്നത്. അത് സാധാരണ ജനങ്ങളുടെയോ അല്ലെങ്കിൽ കേവലം ജനങ്ങളുടെയോ അവകാശ നിഷേധമല്ല അത്. പക്ഷെ അതിനൊരു ശാശ്വത പരിഹാരം വേറെ വരേണ്ടതുണ്ട്. പക്ഷെ വോട്ട് ബാങ്കിന് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഫ്രീബി പ്രഖ്യാപനങ്ങളാണ് ഒരു തെരഞ്ഞെടുപ്പിനെ നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് അജണ്ട നിശ്ചയിക്കുന്നത് എന്നുള്ളത് കേവലം ഖേദകരമാണ്. അതുകൊണ്ടാണ് അത്തരം രാഷ്ട്രീയത്തെ മറ്റ് എളുപ്പത്തിൽ വോട്ട് കിട്ടാനുള്ള ഒരു മാർഗമായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും പ്രാദേശിക പാർട്ടികളും സ്വീകരിക്കാൻ തുടങ്ങിയതും അതുകൊണ്ട് തന്നെയാണ്. ഏറെക്കുറെ ഇപ്പൊ ഛത്തീസ്ഗഡിലേക്ക് ഞാൻ ഇലക്ഷൻ കവർ ചെയ്യാൻ റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ ഏറ്റവും ഗ്രാമ്യമായ തികഞ്ഞ രാഷ്ട്രീയമുള്ള മേഖലകളിൽ പോലും അവിടെ പ്രഖ്യാപിക്കുന്ന ഫ്രീബികളെ അടിസ്ഥാനമാക്കിയാണ് വോട്ട് നിശ്ചയിക്കപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പിന്നെ കൗതുകകരമായ വസ്തുത. അതുപോലെ തന്നെ വെങ്കടേഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2 തരത്തിലാണ് 2015 ശേഷം ഡൽഹിയും ചിന്തിക്കുന്നത് 2 തരത്തിലാണ്. അത് ലോക്സഭയിലേക്ക് തുടർച്ചയായ 3 ഘട്ടങ്ങളിലും എല്ലാ സീറ്റുകളും പിന്നെ BJP വിജയിക്കുകയും എന്നാൽ സംസ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ പിന്നെ ആം ആദ്മി പാർട്ടി വിജയിക്കുകയും ചെയ്തിട്ടുള്ള സാഹചര്യമാണ് ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്നത്. അത് ജനം 2 തരത്തിലാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇവിടുത്തെ കോർപ്പറേഷൻ ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്. അപ്പൊ കോർപ്പറേഷന്റെ ഭരണവും അതുപോലെ തന്നെ ഈ മൊഹല്ല ക്ലിനിക്കുകൾ അടക്കമുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ സ്കൂളുകളിൽ
വന്നിരിക്കുന്ന പരിഷ്കാരങ്ങൾ, അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ വന്നിരിക്കുന്ന പരിഷ്കാരങ്ങൾ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അടിസ്ഥാന വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ള ഇളവുകൾ, ഇതൊക്കെ തന്നെ ജനങ്ങളെ സ്വാധീനിക്കുന്ന വിഷയങ്ങളാണ്. കാരണം നമ്മൾ കാണുമ്പോൾ ഡൽഹി എന്ന് പറയുന്നത് ഉപരി വർഗത്തിന്റെ മാത്രം ഒരു സ്വാധീനമുള്ള മേഖലയാണെന്ന് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നും. പക്ഷേ ഡൽഹിയിലെ അടിസ്ഥാന വർഗങ്ങൾ, സ്ലമ്മുകളിൽ, ചേരികളിൽ ജീവിക്കുന്ന ആളുകളുടെ രാഷ്ട്രീയ നിശ്ചയം, അവരുടെ അസ്മിത, അവരുടെ ഒരു അഭിമാന ബോധം, അവരുടെ ഒരു രാഷ്ട്രീയ ബോധം, അല്ലെങ്കിൽ അവരുടെ ഒരു വോട്ട് ചെയ്യാനുള്ള ഒരു താല്പര്യം, ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഡൽഹിയുടെ രാഷ്ട്രീയത്തെ നിശ്ചയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആം ആദ്മി പാർട്ടിക്ക് കേജ്രിവാളോ അല്ലെങ്കിൽ കേജ്രിവാളിനെ പോലത്തെ ഒരു നേതാവിനെയും ഉയർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. മാത്രമല്ല, കേജ്രിവാളിന് തുല്യനായ അല്ലെങ്കിൽ കേജ്രിവാളിനോട് മത്സരിക്കാവുന്ന തരത്തിലുള്ള ഒരു നേതാവിനെ മുന്നോട്ട് വയ്ക്കാൻ BJPക്കോ കോൺഗ്രസിനോ ഇക്കുറി സാധിച്ചിട്ടില്ല. കാരണം കേജ്രിവാളിന് അപ്പുറം ഒരു നേതാവില്ല എന്നുള്ള തലത്തിലേക്ക് സംസ്ഥാന രാഷ്ട്രീയം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കാരണം BJPയിൽ ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് വ്യക്തമല്ല, കോൺഗ്രസിൽ ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് വ്യക്തമല്ല. എല്ലാവരും ആക്രമിക്കുന്നത് കേജ്രിവാളിനെ തന്നെയാണ്. അതിനകത്ത് ഏറ്റവും വലിയ മറ്റൊരു രാഷ്ട്രീയം നമ്മൾ വായിക്കേണ്ടത് ഇന്ത്യ സഖ്യത്തിന്റെ ഒരു അവസ്ഥയാണ്. അത് വിശദമായ ചർച്ചയിലേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അതിലേക്ക് കടക്കാം. ഇന്ത്യ സഖ്യത്തിനകത്ത് ഇന്ത്യ സഖ്യത്തെ നയിക്കുന്ന കോൺഗ്രസ് ആണ് തന്റെ സഖ്യകക്ഷിയായിട്ടുള്ള ആം ആദ്മി പാർട്ടിക്കെതിരെ ഏറ്റവും രൂക്ഷമായ ആക്രമണം നടത്തുന്നത്. കേജ്രിവാളിനെതിരെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. ഇന്നിപ്പോ രണ്ടാമത്തെ റാലി നടക്കുന്ന ദിവസമാണ്. കഴിഞ്ഞ റാലിയിൽ സീലാംപൂരിൽ നടന്ന റാലിയിൽ ഏറ്റവും ശക്തമായിട്ട് കേജ്രിവാളിനെതിരെ വിമർശനം നടത്തിയത് രാഹുൽ ഗാന്ധിയാണ്. അപ്പോ ഇന്ത്യ സഖ്യത്തിന്റെ നില എന്താണ് എന്നുള്ള ഒരു വലിയ രാഷ്ട്രീയ ചർച്ച ബാക്കി നിൽക്കുന്നു. തുടർ നീക്കങ്ങൾ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള വലിയ വിശദമായ വിചാരണ ബാക്കി നിൽക്കുന്നു. മാത്രമല്ല, ഇന്ത്യ സഖ്യത്തിലെ സമാജ്വാദി പാർട്ടി, TMC, NC, അതുപോലെ തന്നെ NCP തുടങ്ങിയിട്ടുള്ള സഖ്യകക്ഷികളെല്ലാം പിന്തുണ കൊടുത്തിരിക്കുന്നത് കേജ്രിവാളിനാണ്, കോൺഗ്രസിനല്ല എന്നുള്ളതും കൂടി വായിച്ചെടുക്കേണ്ടതാണ്. കാരണം ഇങ്ങനെയാണെങ്കിൽ ഇന്ത്യ സഖ്യം പിരിച്ചുവിടേണ്ടതാണ് എന്ന് നാഷണൽ കോൺഫറൻസ് നേതാവ്, അതുപോലെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയായിട്ടുള്ള ഒമർ അബ്ദുള്ള പറഞ്ഞു. കാരണം ഒമർ അബ്ദുള്ളയ്ക്ക് ജമ്മുവിൽ കഴിഞ്ഞ ഇലക്ഷനിലെ കോൺഗ്രസിന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ കൈപൊള്ളിയ ഒരു അനുഭവം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഒമർ അബ്ദുള്ള അത് പറയുന്നത്. അപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ രാഷ്ട്രീയവും ഇതുമായിട്ട് ചേർത്ത് വായിക്കേണ്ടതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കേവലം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മാത്രം ലക്ഷ്യമിട്ടാണോ ഇന്ത്യ സഖ്യം നിലനിൽക്കുന്നത് എന്ന ചർച്ചയും ബാക്കി നിൽക്കുന്നുണ്ട്. രാജീവ്, റൈറ്റ്. മനോജ്, അതിലേക്ക് ഞാൻ വരാം. അതൊരു വിഷയം തന്നെയാണ്. ഞാൻ വെങ്കടേഷ് രാമകൃഷ്ണൻ നേരത്തെ സൂചിപ്പിച്ചതിൻ്റെ തുടർച്ച. അതിപ്പോൾ മോദി ഫാക്ടർ ഇത്തവണ ഡൽഹിയിൽ വലിയ തോതിൽ BJP പ്രൊജക്റ്റ് ചെയ്യുന്നില്ല എന്ന് താങ്കൾ സൂചിപ്പിച്ചല്ലോ. മോദി ഏതാണ്ട് 4-5 രാഷ്ട്രീയ പ്രചാരണ റാലികളിൽ ഈ ജനുവരി 26-ന് ശേഷം പങ്കെടുക്കുമെന്ന് BJP വക്താവിൻ്റെ പ്രസ്താവന കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതിന് മുമ്പ് ഒരു വലിയ റാലിയിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം യോഗി ആദിത്യനാഥ് കൂടുതൽ മീറ്റിങ്ങുകളിൽ അവിടെ പങ്കെടുക്കുന്നുണ്ട്. BJP പ്രധാനമായും താഴെത്തട്ടിൽ കോർണർ മീറ്റിങ്ങുകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നും ആ പാർട്ടി വിശദീകരിക്കുന്നുണ്ട്. BJP സംബന്ധിച്ച് സംഘടന വളരെ ശക്തമാണ്. അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പണം ധാരാളമുണ്ട്, നേതാക്കളുടെ ബാഹുല്യമുണ്ട്. പക്ഷേ നമ്മൾ ഈ മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളൊക്കെ സംസാരിച്ചപ്പോൾ മുമ്പ് ഇപ്പോൾ കർണാടകയൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ലോക്കൽ ലീഡർഷിപ്പിന് ഒരു പ്രാധാന്യം കൊടുക്കാതിരിക്കുക എന്നൊരു തന്ത്രം. അത് ഇത്തവണ ഡൽഹിയിൽ അവർ ആവർത്തിക്കുകയാണോ? പ്രാദേശിക നേതാക്കൾ ഒരു തലപ്പൊക്കമുള്ള നേതാവിനെ അവതരിപ്പിക്കാതിരിക്കുക എന്നുള്ളത് ഹരിയാനയിൽ നമ്മൾ കണ്ടതുപോലെ ആ തന്ത്രം ഡൽഹിയിൽ വീണ്ടും പരീക്ഷിക്കുകയാണോ? അപ്പോൾ ഈ സെൻട്രൽ ലീഡർഷിപ്പിനെ തന്നെ ഫോക്കസ് ചെയ്യുക, അവർ പ്രത്യക്ഷത്തിൽ ഇറങ്ങുന്നില്ലെങ്കിൽ പോലും ഇതാണ് നേതൃത്വം എന്നൊരു സന്ദേശം നൽകിക്കൊണ്ട് തന്നെയാണോ അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? അല്ല, അതില് നമ്മൾ ഈ വ്യക്തിപരമായിട്ടുള്ള നേതൃത്വത്തിന്റെ മാത്രം തലത്തിൽ ഈ BJPയുടെ തന്ത്രത്തെ കാണുന്ന സ്ഥിതി ഹരിയാന, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം അത് കഴിഞ്ഞു എന്നാണ്. BJP നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും BJP എന്ന് പറഞ്ഞാൽ BJPയെ മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. BJP എന്ന് പറഞ്ഞാൽ സംഘപരിവാർ എന്ന് പറയുന്ന 1925 മുതൽ ഇന്ത്യയിൽ ഏറിയും കുറഞ്ഞുമുള്ള രാഷ്ട്രീയ സാമൂഹിക സ്വാധീനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു ഭാഗമാണ് BJP. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വളരെ ക്രിയാത്മകമായിട്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് സമൂഹത്തിന്റെ തലത്തിൽ ക്രിയാത്മകമാണെന്നല്ല, ഹിന്ദുത്വ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എന്തൊക്കെയാണോ ക്രിയാത്മകമായിട്ട് ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യുന്ന ഒരു പാർട്ടിയാണ് BJP. അത് ഹരിയാനയിലാണ് നമുക്ക് ഏറ്റവും വലിയ ഞെട്ടുണ്ടാക്കിയത്. ഹരിയാനയിൽ ഞാൻ അടക്കമുള്ള ആൾക്കാർ റിപ്പോർട്ട് ചെയ്തത് മോദി എന്ന് പറയുന്ന ഘടകം അവിടെ ഇല്ലാതായിരിക്കുന്നു, മോദിയെ പറ്റി ആരും സംസാരിക്കുന്നില്ല, BJPയുടെ പ്രവർത്തകർ പോലും സംസാരിക്കുന്നില്ല എന്ന് ഞാൻ തന്നെ എഴുതിയിട്ടുള്ളതാണ്, അതിനെപ്പറ്റി ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ്. പക്ഷേ
ഇങ്ങനെ മോദിയെ വിഡ്രോ ചെയ്യുന്ന സമയത്ത്, മോദി എന്ന് പറഞ്ഞ ഘടകത്തെ വിഡ്രോ ചെയ്യുന്ന സമയത്ത് തന്നെ അവർ വളരെ ശ്രദ്ധേയമായിട്ട് ചെയ്തിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ, എങ്ങനെ ഗ്രാസ് റൂട്ട്സിൽ ബൂത്ത് ബൈ ബൂത്ത് ആയിട്ട് എങ്ങനെ കോൺഗ്രസിന്റെ പ്രചാരണം പ്രധാനമായും ജാട്ടുകളെ കേന്ദ്രീകരിച്ചിട്ടാണെങ്കിൽ എങ്ങനെ ജാട്ട് ഇതര സമൂഹങ്ങളെ ഒരുമിപ്പിച്ച് കോൺഗ്രസിനെതിരെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ഒരു പരീക്ഷണം ബൂത്ത് അടിസ്ഥാനത്തിൽ നടക്കുകയും അതിന് രാജീവ് പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള സാമ്പത്തികവും മറ്റു തരത്തിലുള്ള സ്രോതസ്സുകൾ ഉപയോഗിക്കുകയും ചെയ്തിട്ട് സംഭവമുണ്ട്. ഡൽഹിയിലും അത് തന്നെയാണ്. അത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ഇതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിലും BJP ചെയ്തത് തന്നെ. ബേസിക് ആയിട്ടെന്ന് വെച്ചാല് അവര് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയ സമയത്ത് അവർ കിരൺ ബേദിയെയാണ് പിന്നെ അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തി കണ്ടു. പിന്നീട് സുഷമ സ്വരാജിനെ മത്സരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രൊജക്ട് ചെയ്തുകൊണ്ട് ശ്രമിച്ചു. ഇത് രണ്ടും വർക്ക് ചെയ്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രൊജക്ട് ചെയ്തത്. പക്ഷെ ഇത് പറയുമ്പോഴും ഞാൻ പറയുന്നു, ഈ ഗ്രൗണ്ട് ലെവൽ ആം ആദ്മി പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന വളരെ പിന്നോക്ക ജാതി വിഭാഗങ്ങളെ, ദളിത് വിഭാഗങ്ങളെ ഒക്കെ സ്വാധീനിക്കാനുള്ള വളരെ സംഘടിതമായ പ്രവർത്തനം അത് വലിയ രീതിയിൽ യുവാക്കളെ അണിനിരത്തിക്കൊണ്ട് നടത്തും. ഇന്നലെ പോലും ഞാൻ കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ആം ആദ്മി പാർട്ടി ഉണ്ടായിരുന്ന ഒരു ദളിത് നേതാവ്, അദ്ദേഹം മന്ത്രിയായിരുന്നു, അദ്ദേഹം പുറത്തുപോയി. അദ്ദേഹത്തിന്റെ അനുയായികളെ വെച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന മനുഷ്യൻ ദളിത് വിരുദ്ധനാണ് എന്ന് പറയുന്ന രീതിയിലുള്ള പ്രചാരണം മുന്നോട്ട് വെച്ചുകൊണ്ട്, അപ്പൊ ഇങ്ങനെ രീതിയിലുള്ള ഈ മൈക്രോ മാനേജ്മെന്റിന്റെ തലത്തിൽ വളരെ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് BJPയും സംഘപരിവാറും. പക്ഷേ ഹരിയാനയിലെ കോൺഗ്രസോ മഹാരാഷ്ട്രയിലെ കോൺഗ്രസോ അല്ല ആം ആദ്മി പാർട്ടി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ പാർട്ടിയിൽ ഒരുപാട്, ഞാൻ ആ പാർട്ടിയെ വളരെ ക്ലോസ് ആയിട്ട് അതിന്റെ സ്ഥാപനത്തിന് മുമ്പ് തന്നെ, അരവിന്ദ് കെജ്രിവാളും രാഷ്ട്രീയത്തിലേക്ക് വരില്ല എന്ന് പറയുന്ന സമയം മുതൽ രാഷ്ട്രീയത്തിലേക്ക് വരികയും രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുകയും ചെയ്ത സമയം മുതൽ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നൊരു ആളാണ്. ആം ആദ്മി പാർട്ടിയും നമ്മുടെ ഹിന്ദി ഹാർട്ട്ലാൻഡിലെയും മറ്റു സ്ഥലങ്ങളിലെയും ദക്ഷിണേന്ത്യയിൽ അതിൽ കൂടുന്നില്ല. ദക്ഷിണേന്ത്യയിൽ ഒരുപാട് ശക്തമായ കാഡർ പാർട്ടികളുണ്ട്. DMK ഉണ്ട്, CPM ഉണ്ട്. ഒരു തരത്തിൽ കർണാടകയിലെ കോൺഗ്രസും കേരളത്തിലെ കോൺഗ്രസും ഒക്കെ ഒരുതരം കാഡർ സ്വഭാവമുള്ള അണികളുള്ള പാർട്ടികളാണ്. പക്ഷേ ഉത്തരേന്ത്യയിലെ പാർട്ടികൾ അങ്ങനെ ഒരു കാഡർ സ്വഭാവമുള്ള അണികളുള്ള പാർട്ടികൾ വളരെ ചുരുക്കമാണ്. മുലായം സിംഗിന്റെ കാലത്ത് സമാജ്വാദി പാർട്ടി അങ്ങനെയായിരുന്നു. ലാലു പ്രസാദ് യാദവ് നിയന്ത്രിച്ചിരുന്ന കാലത്ത് രാഷ്ട്രീയ ജനതാദൾ അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ പറയാം, ഈ പുതിയ തലമുറ നേതൃത്വം സമാജ്വാദി പാർട്ടിയിലും രാഷ്ട്രീയ ജനതാദളും അങ്ങനെ കാഡർ സ്വഭാവത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരല്ല. പക്ഷേ ആം ആദ്മി പാർട്ടി അങ്ങനെയല്ല. ആം ആദ്മി പാർട്ടിയെ പറ്റി ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ആ പാർട്ടിയുടെ എല്ലാ ഏറ്റക്കുറച്ചിലുകൾക്കുമിടയിലും ആ പാർട്ടിയുടെ കാഡർ ഇപ്പോഴും ശക്തമാണ് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഒരു മൊത്തം സ്ഥിതിവിശേഷം നോക്കുമ്പോൾ BJP ലക്ഷ്യമാക്കുന്ന തരത്തിലുള്ള ഒരു പൊളിച്ചെഴുത്ത് ഇവിടെ നടത്താൻ സാധ്യമാവില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവിടെ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ശ്രീ വെങ്കടേഷ്. ഈ പട്ടികവിഭാഗങ്ങൾക്ക് സംവരണം ചെയ്ത 12 സീറ്റുണ്ട്. BJP സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രകടനം കാഴ്ചവെച്ചതെന്ന് നമുക്ക് അറിയാം. മറ്റൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അധികാരം ഏത് വിധത്തിലും പിടിക്കുക എന്നുള്ളത് അവരുടെ ഒരു ലക്ഷ്യമാണല്ലോ. അതിന് പാകത്തിൽ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. അതിന് ഏത് സംവിധാനങ്ങൾ ഉപയോഗിക്കണം, ഇപ്പോൾ സർവേകൾ അല്ലെങ്കിൽ എങ്ങനെ അത് മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇതിനെ മറികടക്കുക ഈ ആം ആദ്മി പാർട്ടിക്ക് അത്ര എളുപ്പമാണോ ഇതിൻ്റെ കഴിഞ്ഞ 2 ഇലക്ഷനെ പോലെ എന്നാണ് എൻ്റെ ചോദ്യം. കാരണം അവർക്ക് ഈ 10 വർഷത്തെ ബാഗേജ് ചുമക്കാനുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ആൻറ്റി ഇൻകംബൻസി എന്നുള്ളത് ചെറിയ തോതിലാണെങ്കിലും അവിടെ ഉണ്ടാവുമല്ലോ. ആന്റി ഇൻകംബൻസി ഇല്ലാതെ പറയാൻ പറ്റില്ല. ഞാൻ കാണുന്ന ഒരു സെനേറിയോ ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ അവള് എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. 5-ാം തീയതിയാണ് വോട്ടെടുപ്പ്. ഞാൻ അടക്കമുള്ള, എൻ്റെ വോട്ടും ഡൽഹിയിലാണ്, ഞാൻ അടക്കമുള്ള ആൾക്കാർ വോട്ട് ചെയ്യേണ്ട തെരഞ്ഞെടുപ്പാണിത്. ഞാൻ കാണുന്ന സെനേറിയോ 62 ഇപ്പോ ആം ആദ്മി പാർട്ടിക്കുള്ളത്. ഇതിന് മുമ്പത്തെ നിയമസഭയിൽ 67.
BJPയുടെ നമ്പർ സിംഗിൾ ഡിജിറ്റിലായിരുന്നു, 3ഉം 8ഉം. അതെ. എന്റെ കണക്ക് BJPയുടെ നമ്പർ 20 വരെ പോകാം. ഞാൻ കഴുത്ത് മുന്നോട്ട് വെച്ച് പറയുകയാണ്, BJPയുടെ നമ്പർ 20 വരെ പോകാം. ഞാൻ അവിടെ ഒരു ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ പൂർവാഞ്ചൽ പോലുള്ള വിഷയങ്ങൾ ഡിസ്കഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ടല്ലോ. JDU-നും രാംവിലാസ് പാസ്വാന്റെ LJPക്കും ഓരോ സീറ്റ് വെച്ചെങ്കിലും കൊടുത്തിട്ടുണ്ട് BJP. പിന്നെ BSP 40 സീറ്റിൽ 70 സീറ്റിലും മത്സരിക്കുന്നുണ്ട്. കോൺഗ്രസ് മത്സരിക്കുന്നതുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ വോട്ടിൽ ചെറിയൊരു സ്പ്ലിറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരം ഇങ്ങനെ BJPക്ക് വേണമെങ്കിൽ അനുകൂലമെന്ന് പറയാനായിട്ടുള്ള ഘടകങ്ങളുണ്ട്. അല്ല, BJPക്ക് ജയിക്കാം. BJPക്ക് ജയിക്കാന്ന് വെച്ചാൽ ടച്ച് ആൻഡ് ഗോ ആയിട്ട് ജയിക്കാം. BJPയുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മുഖ്യമന്ത്രി ആരായിരിക്കും അവർക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഈ കേജ്രിവാൾ എന്ന് വെച്ചാൽ വളരെ ഷ്രൂഡായിട്ടൊരു പൊളിറ്റീഷ്യനാണ്. കേജ്രിവാൾ ചെയ്തെന്ന് വെച്ചാൽ മൂപ്പര് ബിദൂരിയാണ്. BJPയുടെ സ്ത്രീകളെ പറ്റിയിട്ടും എതിരാളികളെ പറ്റിയും വായ തുറന്നാൽ തെറി മാത്രം പറയുന്ന ബിദുരിയാണ്. അയാളാണ് സത്യത്തിൽ ഇപ്പൊ BJPയുടെ പ്രാദേശിക നേതാക്കളിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടാണ്. അയാളാണ് പിന്നെ BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് കേജ്രിവാൾ പ്രഖ്യാപിച്ചു. പിന്നെ അയാൾക്ക് ഡിനൈ ചെയ്യേണ്ടി വന്നു. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ ഉണ്ടായിരുന്ന മഹാരഥന്മാരായിട്ടുള്ള നേതാക്കൾ, അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് ഉണ്ടായിരുന്ന മദൻലാൽ ഖുറാള, സാഹിബ് സിംഗ് വർമ്മ, പിന്നീട് സുഷമ സ്വരാജ് പോലും ഡൽഹിയിൽ ഉണ്ടായിരുന്ന നേതാവായിരുന്നു. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ പറയുന്ന വ്യവസ്ഥാപിതമായ കണക്കൂട്ടലുണ്ടല്ലോ, അത് ഡൽഹി ഇപ്പൊ ഈ പറഞ്ഞ വോട്ട് സ്പ്ലിറ്റിന്റെ പ്രശ്നം, കോൺഗ്രസ് മത്സരിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം, ബഹുജൻ സമാജ് പാർട്ടി മത്സരിച്ചാലുള്ള പ്രശ്നം, ഇതെല്ലാം ഇത്തരം കണക്കുകൂട്ടലുകളെല്ലാം പൊളിച്ചിട്ടുള്ള ഒരു ഇലക്ടറേറ്റ് ആണ് ഡൽഹിയിലെ ഇലക്ടറേറ്റ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ആത്യന്തികമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഈ മനോജ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ, താങ്കളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അജണ്ട നിശ്ചയിക്കുന്നത് കേജ്രിവാളാണ്. ഇത് ഫോർ കേജ്രിവാൾ അഗെയിൻസ്റ്റ് കേജ്രിവാൾ എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് അതിന്റെ അവസാന ഘട്ടത്തിൽ ഇതിലേക്ക് എത്തുമ്പോൾ മാറും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് ഇപ്പോഴും ഡൽഹിയിലെ രാഷ്ട്രീയത്തിൽ അത് ആശാസ്യമായ രാഷ്ട്രീയമാണെന്നോ അല്ലെങ്കിൽ ഏറ്റവും ഉദാത്തമായ രാഷ്ട്രീയമാണെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരു ടോസപ്പിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ കേജ്രിവാളിന്റെ കൂടെയാണോ കേജ്രിവാളിനെതിരാണോ എന്ന് ടോസപ്പിൽ എത്തുമ്പോൾ അവിടെ എപ്പോഴും ചെറിയൊരു മുൻതൂക്കം കേജ്രിവാൾ ഫാക്ടറിനുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ അവസാനമായിട്ട് മനോജ് മേനോനിൽ, മനോജ് നേരത്തെ സൂചിപ്പിച്ച കാര്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കോൺഗ്രസിന് എന്ത് സാധ്യതയാണുള്ളത്? കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പും 5% ചുറ്റുവട്ടത്ത്, ഒരു 5% താഴെ മാത്രം വോട്ട്, ഒറ്റ സീറ്റ് പോലും നിയമസഭയിലില്ല. ഇത്തവണ 70 സീറ്റിലും മത്സരിക്കുന്നു, വലിയ വാഗ്ദാനങ്ങൾ നൽകുന്നു. രേവന്ത് റെഡ്ഡിയാണ് വലിയ വാഗ്ദാനങ്ങളുമായിട്ട് അവിടെ മാനിഫെസ്റ്റോ പ്രകാശനം ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി വലിയ റാലികൾ നടക്കുന്നു. കോൺഗ്രസിൻ്റെ സാധ്യത എത്രമാത്രമാണ്? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നേരെ സൂചിപ്പിച്ചു, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്തായാലും AP വലിയ ഭൂരിപക്ഷത്തോടെയോ അല്ലാതെയോ അധികാരത്തിൽ തുടർന്നാലും, അധികാരത്തിൽ നിന്നും APയെ മാറ്റിക്കൊണ്ട് BJP അധികാരം പിടിച്ചാലും ഇത് ദേശീയ രാഷ്ട്രീയത്തിൽ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കും. അത് ഏത് വിധത്തിലായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും ചിലപ്പോൾ കഴിയില്ല. പക്ഷേ ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്ന ഒരുപക്ഷെ ഇന്ത്യ ബ്ലോക്കിനെ ആയിരിക്കും. രാജീവ്, ഇതിനകത്ത് നേരത്തെ വെങ്കടേഷ് രാമകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ബിജെപിയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് എതിരാളി പിന്നെ കോൺഗ്രസ് അല്ല എന്നുള്ളത് തന്നെയാണ്. എതിരാളി കോൺഗ്രസ് ആണെങ്കിൽ വളരെ നിഷ്പ്രയാസം ഒരുപക്ഷെ ഈ പുതിയ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ RSS അടക്കമുള്ള സംഘപരിവാർ സംഘടനകളെ അടിത്തട്ടിൽ ഇളക്കുകയും മേൽത്തട്ടിൽ BJP പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് ഹരിയാന മോഡലില് പിന്നെ അല്ലെങ്കിൽ അതുപോലത്തെ സംസ്ഥാനങ്ങളുടെ മോഡലിൽ കോൺഗ്രസിനെ അട്ടിമറിക്കാൻ BJPക്ക് വളരെ എളുപ്പമാണ്. പക്ഷെ ഇത് ഈ പറഞ്ഞതുപോലെ വളരെ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സംവിധാനമായ ആം ആദ്മി പാർട്ടിയെ നേരിടാൻ BJPക്ക് സാധിക്കുന്നില്ല. BJPക്ക് വളരെ സങ്കീർണമാണ് BJPയുടെ സമീപനം. കാരണം വെച്ചാൽ ഈ പറഞ്ഞതാണ് അതിന്റെ പ്രതിസന്ധി. കാരണം പുതിയൊരു സംവിധാനം, പുതിയൊരു സങ്കല്പം മുന്നോട്ട് വെച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തെ നേരിടാൻ പരമ്പരാഗതമായ രീതിയിൽ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ BJPക്ക് സാധിക്കുന്നില്ല. അതാണ് പിന്നെ ഏറ്റവും വലിയ ഡൽഹിയിലെ രാഷ്ട്രീയത്തെ നിശ്ചയിക്കുന്ന ഏറ്റവും വലിയ ഘടകം. വെങ്കടേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ
നേരത്തെ പിന്നീട് രാജീവ് ഉദ്ദേശിച്ച അല്ലെങ്കിൽ ഉയർത്തിയ വിഷയത്തിലേക്ക് വരാം. ഇതിനകത്ത് ആം ആദ്മി പാർട്ടിയുടെ പ്രസക്തി ഈ പറഞ്ഞതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ പ്രസക്തി അടിത്തട്ട് മുതൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ BJPക്ക് ചിലപ്പോൾ കുറച്ചുകൂടി കൂടുതൽ സീറ്റുകൾ നേടാൻ സാധ്യതയുണ്ട് എന്നതിനപ്പുറം ഒരുപക്ഷെ ഒരു അട്ടിമറി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പിന്നെ ഡൽഹിയിൽ നമുക്ക് പ്രതീക്ഷിക്കുക എളുപ്പമല്ല. കാരണം ഇപ്പോഴും അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് നേതാവായിട്ട് നിലനിൽക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിനെ തന്നെയാണ് നേതാവായിട്ട് ഒരു അടിത്തട്ടുള്ള ജനവിഭാഗം ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും വലിയ പ്രസക്തി. അതുകൊണ്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ ഇതിന്റെ അജണ്ട നിശ്ചയിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇതിന്റെ ഇമ്പാക്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിയുടെ വിജയവും പരാജയവും ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് ഈ പറഞ്ഞ പോലെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒതുങ്ങി നിൽക്കുന്നില്ല, ദേശീയ രാഷ്ട്രീയത്തിലേക്കും കൂടി സ്വാധീനിക്കപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇന്ത്യ സഖ്യത്തിനകത്ത് ഒരുപക്ഷെ അങ്ങനെ പറയാമോ എന്ന് എനിക്കറിയാം, ഒരു കുറുമുന്നണി രൂപപ്പെട്ടാൽ നമുക്ക് അതിശയിക്കാനില്ല. ആം ആദ്മി പാർട്ടി വിജയിക്കുകയും ആ കുറുമുന്നണിക്ക് പിന്നെ ഒരുപക്ഷെ സാധ്യത ഏറുകയും ചെയ്തു. കുറുമുന്നണി എന്ന് ഞാൻ പറയുന്നത് പക്ഷേ ഈ കോൺഗ്രസിന്റെ ചില നിലപാടുകളോട് ഉള്ളിൽ തന്നെ വിയോജിപ്പുള്ള സമാജ്വാദി പാർട്ടി, അതുപോലെ തന്നെ TMC, അതുപോലെ നാഷണൽ കോൺഫറൻസ്, NCP, DMK ഒരുപക്ഷെ പ്രകടമായിട്ടില്ലെങ്കിൽ പോലും DMK പോലും ഈ ഒരു പ്രതിപത്തിക്കുറവ് ഇപ്പോ കോൺഗ്രസിനോടുണ്ട്. അപ്പൊ ഇത്തരം താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ചേരികൾ ഒരുമിച്ച് നിന്ന് ഒരു കുറുമുന്നണി രൂപപ്പെട്ടാൽ ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിക്ക് അതിനകത്ത് പിന്നെ ഒരുപക്ഷെ വളരെയധികം സ്വാധീനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടുകൂടിയാണ് കോൺഗ്രസിനെ മറികടന്നുകൊണ്ട് ആം ആദ്മി പാർട്ടിക്ക് മറ്റ് സഖ്യകക്ഷികൾ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നതും. അത് പിന്നെ അതുകൊണ്ട് തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് ഇതിന്റെ വിജയപരാജയങ്ങൾ നീങ്ങാനുള്ള സാധ്യത നിൽക്കുന്നു. ആം ആദ്മി പാർട്ടിക്ക് പരാജയം നേരിടുകയാണെങ്കിൽ ഒരുപക്ഷെ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെതിരെയായിരിക്കും പ്രതിപക്ഷ സഖ്യത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിരൽ ഉയരാൻ പോകുന്നത്. കാരണം ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ അതായത് BJP ആണെന്ന് പൊതുശത്രുവാണെന്ന് പ്രഖ്യാപിക്കുകയും BJPക്കെതിരെ പ്രതിപക്ഷ പാർട്ടികളുടെ നിര കെട്ടിപ്പടുക്കുകയും ചെയ്തിട്ടുള്ള അതിന് നേതൃത്വം കൊടുത്തിരിക്കുന്ന കോൺഗ്രസ് തന്നെ സാഹചര്യം ഒത്തുവന്നപ്പോൾ അവർ ആ സഖ്യത്തെ പുലർത്തുകയോ അല്ലെങ്കിൽ സഖ്യത്തെ പിന്നെ കബളിപ്പിക്കുകയോ ചെയ്തുകൊണ്ട് പരസ്പരം മത്സരിക്കുന്ന ഒരു സാഹചര്യം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ വേറൊരു നിലപാടാണ് എന്ന് പറയുമ്പോൾ പോലും ഒരുപക്ഷെ ഇത്തരത്തിലൊരു സമീപനത്തിൽ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ കുറെ കൂടി സീറ്റ് കൈവരിക്കാമായിരുന്നു എന്നൊരു നില വരാനുള്ള സാധ്യത നിലനിൽക്കുന്നു. കാരണം ഹരിയാനയിൽ ആം ആദ്മി പാർട്ടിയോട് ഒരു സഖ്യം ഉണ്ടാക്കാനായിട്ട് കോൺഗ്രസ് തയ്യാറായില്ല. അത് അതിർത്തി സംസ്ഥാനങ്ങളിൽ, അതായത് ഡൽഹിയും ഹരിയാനയും തമ്മിലുള്ള അതിർത്തി പങ്കിടുന്ന പിന്നെ പ്രദേശങ്ങളിൽ, സംസ്ഥാനങ്ങളിലല്ല അതിർത്തി പങ്കിടുന്ന മണ്ഡലങ്ങളിൽ പിന്നെ സ്വാധീനം ഉണ്ടാക്കുമായിരുന്നു രണ്ടുപേരും തമ്മിലൊരു സഖ്യം ഉണ്ടാക്കിയിരുന്നെങ്കിൽ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഡൽഹിയിൽ യഥാർത്ഥത്തിൽ BJP ആണ് പൊതുശത്രു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രതിപക്ഷ നിര ചേർന്ന് നിന്ന് തന്നെയായിരുന്നു മത്സരിക്കേണ്ടിയിരുന്നത്. അത് ഈ പറഞ്ഞതുപോലെ പിന്നെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ കോൺഗ്രസിന്റെ ക്ഷീണം തുടരാനുള്ള സാധ്യതയാണ് ഇപ്പൊ നിലവിലുള്ള സാഹചര്യത്തിൽ കാണുന്നത്. കോൺഗ്രസിന് ഒരു വലിയ നേട്ടമോ വലിയ അത്ഭുതമോ ഡൽഹിയിൽ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് നമുക്കിപ്പോ പറയാൻ കഴിയില്ല രാജീവ്. പക്ഷേ ആം ആദ്മി പാർട്ടിക്ക് അവരുടെ മേൽക്കൈ തുടരാനുള്ള സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നു. റൈറ്റ്. ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ, ഒറ്റ കാര്യം കൂടെ ഇപ്പോൾ മനോജ് സൂചിപ്പിച്ച ഒരു കാര്യത്തിൽ നിന്ന് ഈ പോസ്റ്റ് ഇലക്ഷൻ ഒരു കുറുമുന്നണിയുടെ സാധ്യത മനോജ് അവിടെ സൂചിപ്പിച്ചു. പോസ്റ്റ് ഇലക്ഷനിൽ ആം ആദ്മി പാർട്ടി തരക്കേടില്ലാത്തൊരു വിജയം നേടുകയാണെങ്കിൽ ഈ പ്രതിപക്ഷ നിരയിൽ 2 സംസ്ഥാനങ്ങളിൽ ഭരണമുള്ള ഏക പാർട്ടിയായിട്ട് ആം ആദ്മി പാർട്ടി മാറും. ഈ പറയുന്ന പാർട്ടികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഘട്ടം വന്നാൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ വലിപ്പം വർദ്ധിക്കും, അദ്ദേഹത്തിൻ്റെ ഒരു റോൾ ഒരുപക്ഷെ മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ചേഞ്ചസിനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ടോ? അല്ല, ഇപ്പൊ രണ്ട് സംസ്ഥാനങ്ങളിൽ ഭരണമുള്ള പാർട്ടിയാണല്ലോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോകുമ്പോഴും ആം ആദ്മി പാർട്ടി അല്ലേ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പുതുതായിട്ട് നടക്കാൻ പോകുന്ന കാര്യമില്ല. ബേസിക് ആയിട്ട് ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ പറ്റിയൊക്കെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ എന്നെക്കാളും രാജീവിനേക്കാളും മനോജിനേക്കാളും ഒക്കെ വളരെ കൃത്യമായിട്ട് അളന്നു മുറിച്ചിട്ടുള്ള ധാരണയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ. അയാൾ ഇടയ്ക്കിടയ്ക്ക് അയാൾക്ക് ഉണ്ടായിരുന്ന അയാളുടെ ചുമൽ വലിപ്പത്തിനേക്കാളും കൂടുതൽ വലിപ്പമുണ്ട്, അയാളുടെ നെഞ്ചളവ് വളരെ കൂടുതലാന്ന് കാണിക്കാൻ വേണ്ടുന്നത് അതൊക്കെ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ്. അല്ലാതെ അയാൾ ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചാലും അയാൾ എവിടെയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത് അയാൾക്ക് കൃത്യമായിട്ട് അറിയാം. അയാൾ ഒരു അഖിലേഷ് യാദവിനേക്കാളോ ഒരു തേജസ്വി യാദവിനേക്കാളോ അല്ലെങ്കിൽ മമതാ ബാനർജിയെക്കാളോ, അഖിലേഷ് യാദവ് എന്ന് പറയുമ്പോൾ ലോകസഭയിൽ 35-ൽ പരം സീറ്റുകളുള്ള ഒരു പാർട്ടിയുടെ നേതാവാണെന്ന് ഓർമ്മിക്കുന്നത്. അപ്പൊ അയാളെക്കാളൊന്നും മോളിലല്ല എന്നുള്ള കാര്യം അരവിന്ദ് കെജ്രിവാളിന് കൃത്യമായിട്ട് അറിയാം. പിന്നെ നിങ്ങൾ ഈ കുറുമുന്നണിയുടെ കാര്യം പറഞ്ഞു. കുറുമുന്നണി ഇപ്പൊ തന്നെ ഉണ്ടായി കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിനെ പറ്റി കൂടെ പറയാവുന്ന ആത്യന്തികമായിട്ട് പറയാവുന്ന ഒരു കാര്യം, ആം ആദ്മി പാർട്ടി തിരിച്ചു വന്നാലും ഭാരതീയ ജനതാ പാർട്ടി ഡൽഹിയിൽ അധികാരത്തിൽ പിടിച്ചാലും നഷ്ടം ഒരു പാർട്ടിക്കേ ഉള്ളൂ.
നഷ്ടം ഉണ്ടാവാൻ പോകുന്ന പാർട്ടി കോൺഗ്രസ് ആണ്. ആ പാർട്ടിക്ക് ഇതിനെപ്പറ്റി കൃത്യമായിട്ട് വല്ല ധാരണയുണ്ടോ എന്നുള്ള കാര്യം പോലും നമുക്കറിയാത്ത തരത്തിലാണ് നമ്മൾ രാഷ്ട്രീയ പത്രപ്രവർത്തകർ. മനോജിനോട് ചോദിച്ചു നോക്ക്, ആ പാർട്ടിയിൽ ആരെങ്കിലും ഈ ഒരു ലാർജർ പിക്ചറിനെ പറ്റി മനോജിനോട് ഇത്ര ദിവസം, മനോജ് ദേശീയ രാഷ്ട്രീയം എന്ന് പറയുന്ന ആളാണ്. എന്നെക്കാളും ഞാനിപ്പോ ഫീൽഡിൽ നിരന്തരമായിട്ടില്ലാത്ത ഒരാളാണ്. ഇയാൾ എല്ലാ ദിവസവും ഫീൽഡിലുള്ള ആളാണ്. മനോജിനോട് ചോദിച്ചു നോക്ക്, ആരെങ്കിലും ഈ ലാർജർ പിക്ചറിനെ പറ്റി കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു നേതാവ് മനോജിനെ പോലെ സജീവമായിട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങളിൽ ഒന്നിന്റെ ചീഫ് ഓഫ് ബ്യൂറോ ആയിട്ടുള്ള ആളോട് സംസാരിക്കുന്നുണ്ടോ? ഒന്നുമില്ല. കേരളത്തിലെ നേതാക്കന്മാരും സംസാരിക്കണമെന്ന് ചോദിച്ചു. എനിക്ക് തോന്നുന്നില്ല കേട്ടോ. മനോജ് ആ ചോദ്യത്തിന് മറുപടി ഉണ്ടോ? റൈറ്റ്, മനോജ് ഒരു പക്ഷേ അതിനോട് റെസ്പോണ്ട് ചെയ്തേക്കും. ആരെങ്കിലും ഈ ലാർജർ പിക്ചറിനെ പറ്റി നിങ്ങളോട് സംസാരിച്ചോ? ഈ ചോദ്യം തന്നെയാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ഈ പറഞ്ഞ പോലെ ഒരു അളവ് പോലായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. മനോജ് വളരെ ഡിപ്ലോമാറ്റിക് ആണ് രാജ്യം കേട്ടോ. അല്ല, മനോജ് നാഷണൽ പൊളിറ്റിക്സ് കവർ ചെയ്യുന്നതാണ്. മനോജിന്റെ സോഴ്സുകൾ നിലനിർത്തുന്നുണ്ട്. മനോജിന് കോൺഗ്രസ് ലീഡേഴ്സിന് പിണക്കാൻ പറ്റില്ല. തൊഴിലെടുക്കുന്നവർ നമുക്കത് മനസ്സിലാവും. അല്ല, ഈ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. കാരണം വെച്ചാൽ അത്തരം വിലയിരുത്തലുകളോ വിശകലനങ്ങളോ ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പാഠങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്. കാരണം ഇപ്പോൾ ഹരിയാന ഏറ്റവും വലിയ ഉദാഹരണം ഹരിയാനയാണ്. എന്തുകൊണ്ടും ജയിക്കാവുന്ന ഒരു സംസ്ഥാനമായിരുന്നു ഹരിയാന. എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗവേഷണം നടത്തേണ്ട വിഷയം. കാരണം കോൺഗ്രസിന് ജയിക്കാമായിരുന്ന എല്ലാ ഘടകങ്ങളും ഉണ്ടായിരുന്നു. BJP ഏറ്റവും ദുർബലമായിട്ടുള്ള ഭരണം കാഴ്ചവെച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഹരിയാനയിലെ കോൺഗ്രസിൽ നിന്ന് ഭരണം നഷ്ടപ്പെട്ടു പോയത്. അപ്പൊ അത്തരം ആ ഒരു വിഷയത്തെ കുറിച്ച് പോലും ഒരു വലിയ പഠനം നടത്തിയിട്ടില്ല. അതിനുശേഷം നടന്നിട്ടുള്ള ഒരു ഉന്നതതല യോഗത്തിൽ നേതാക്കൾ അവരോട് സ്വന്തം താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ അത്തരത്തിൽ ഒരു പരാമർശം നടത്തിയതിനപ്പുറം കാര്യമായൊരു പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ കാര്യമായൊരു വിശകലനം ഒരു പരാജയത്തെ കുറിച്ച് പോലും കോൺഗ്രസ് നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്നതുപോലെ മാധ്യമങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ മാധ്യമങ്ങളുമായിട്ടുള്ള സംവാദത്തിനപ്പുറം ഈ പറഞ്ഞതുപോലെ യാഥാർത്ഥ്യങ്ങളുമായിട്ടുള്ള ഒരു സംവാദം ഇപ്പോഴും കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു വലിയ ക്ഷീണത്തിന് കാരണം. അത് ഈ പറഞ്ഞ പോലെ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രകടമാണ്. ഈ ഡൽഹി തെരഞ്ഞെടുപ്പിൽ എവിടെയാണ് നിൽക്കേണ്ടത് എന്നത് കോൺഗ്രസ് തീരുമാനിക്കണമായിരുന്നു. കാരണം ദേശീയ തലത്തിൽ നമ്മൾ ഐക്യത്തെക്കുറിച്ച് പറയുകയും സംസ്ഥാന തലത്തിൽ മറ്റൊരു നിലപാടെടുക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സഖ്യത്തിന്റെ ഭാവി എങ്ങോട്ടാണ് പോവുക? അത് സ്വാഭാവികമായിട്ടും ഒരു വലിയ ചോദ്യമാണ്. അത്തരം വിശകലനങ്ങളോ വിചാരണകളോ പഠനങ്ങളോ യഥാർത്ഥത്തിൽ കോൺഗ്രസിനുള്ളിൽ സംഭവിക്കുന്നില്ല. അത് തന്നെയാണ് കോൺഗ്രസ് തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ യാഥാർത്ഥ്യം, വസ്തുതയും. റൈറ്റ്. എന്തായാലും ഡൽഹി ഇലക്ഷൻസ് ഫെബ്രുവരി 5-നാണ് വോട്ടെടുപ്പ് നടക്കുക. നമുക്കൊരു കാര്യം ചെയ്യാം. ഇലക്ഷൻ പ്രചാരണം തീരുന്നതിന് തൊട്ട് മുമ്പ് ഒരു ലാസ്റ്റ് മിനിറ്റ് അനാലിസിസിന് വേണ്ടി വീണ്ടും ഒരിക്കൽ കൂടി ഇരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. അന്ന് കുറെ കൂടെ കൃത്യമായിട്ടുള്ള ഒരു ചിത്രം ഒരുപക്ഷെ നമുക്ക് പ്രേക്ഷകർക്ക് നൽകാൻ സാധിച്ചേക്കും. വളരെയധികം നന്ദി ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ, മനോജ് മേനൻ ഈ ഡിസ്കഷനിൽ പങ്കെടുത്തതിന്. താങ്ക് യു വെരി മച്ച്.